രാജാവ് ഉറങ്ങുന്നിടം രാജകീയമായിരിക്കണം. ബിക്കാനീറിലെ ദേവികുണ്ടിൻ്റെ കഥ പറയാം. രാജകുടുംബാംഗങ്ങളുടെ അന്ത്യവിശ്രമ കേന്ദ്രങ്ങൾ ഒരിടത്ത് അതിഗംഭീരമായി സജ്ജീകരിച്ചത് ഇന്ത്യയിൽ ഒട്ടേറെ സ്ഥലങ്ങളിലുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ ഒരിടമാണ് ദേവികുണ്ട് സാഗർ. രാജസ്ഥാനിലെ ബിക്കാനീർ ആസ്ഥാനമായി ഭരണം നടത്തിയിരുന്ന റത്തോർ രാജകുടുംബാംഗങ്ങളെയാണ് ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നത്. ഓരോ സ്മാരകങ്ങളിലും അടക്കം ചെയ്യപ്പെട്ടവരുടെ വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭർത്താവിൻ്റെ മരണത്തോടെ സതി അനുഷ്ഠിച്ച ഭാര്യമാരുടെ വിവരങ്ങൾ കൂടി ഇവിടെയുണ്ട്. ഒട്ടേറെ വർഷങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു സ്ഥലം രൂപപ്പെട്ടത്. ഇതിൽ മാർബിൾ കൊണ്ടുള്ളത് പുതിയ കാല നിർമ്മിതിയും ഈ റെഡ് സ്റ്റോൺ കൊണ്ടുള്ളത് പഴയകാല നിർമ്മിതിയുമാണ്. അതിമനോഹരമായ ഈ നിർമ്മിതികൾക്ക് ഛത്രി എന്നാണ് പേര്. മുഗൾ രജ്പുത്ത് വാസ്തുശൈലിയിലാണ് ഇവയുടെ നിർമ്മാണം. 1571 5ാം രാജാവ് റാവു കല്യാൺ മലിനെയാണ് ആദ്യമായി ഇവിടെ അടക്കം ചെയ്തത്. 1988 രാജാ കർണി സിംഗിനെയാണ് അവസാനമായി അടക്കം ചെയ്തിരിക്കുന്നത്. രാജാ കർണി സിംഗ് സ്വതന്ത്ര ഇന്ത്യയിലെ പാർലമെന്റ് അംഗം കൂടിയായിരുന്നു. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ഇവിടെയുണ്ടായിരുന്നു ഞാൻ എന്നതിനൊരു വെറും തൂവൽ താഴെയിട്ടാൽ മതി. ഈ 2 വരികളാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. വീണ്ടും കാണാം.